ഇപ്പോൾ വരുന്ന ഫോണിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ലാത്ത ഫോൺ വളരെ കുറവാണ്. മുമ്പത്തെ ഫോണിലൊക്കെ ഇല്ലാണ്ടല്ലോ, ഇപ്പം വരുന്ന എല്ലാ ഫോണിലും ഉണ്ട്. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ പറ്റി നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ചോദിക്കുക എന്താ ഇപ്പം ചെയ്യുന്നതെന്ന്. ഇന്നലെ ഞാൻ വാട്സപ്പിലെ ഫിംഗർ പ്രിൻറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വന്ന ഒരു ചോദ്യത്തിൻ്റെ അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിൽ ചോദിച്ചത് എൻ്റെ വലത് കൈയിലാണ് ഫിംഗർ പ്രിൻറ്റ് ഞാൻ കൊടുത്തത്, പക്ഷേ അത് ഇടത് കൈയിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല. അത് അപ്പോൾ എനിക്ക് തോന്നി കുറേ ആൾക്കാർക്ക് ഒരു ആവശ്യമുള്ള ഒരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമായിരിക്കും. അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതുണ്ടാവും. ഇതിനെപ്പറ്റി ഒന്ന് അധികം ചിന്തിക്കാണ്ട് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസർക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഒന്ന് നോക്കാം, നമുക്ക് ഇത് നോക്കാം. എൻ്റെ ഫോണിപ്പോൾ വലത്തെ കൈ ഞാൻ ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഓരോരുത്തർ ഫോണിൽ ഓരോ ഭാഗത്തായിരിക്കും ഉണ്ടാകുക. ഇപ്പം അധികം ഇൻബിൽറ്റ് ആയിട്ട് സ്ക്രീനിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. എൻ്റെ ഫോണിൽ ഇവിടെ ഉള്ളത്. ഇവിടെ ഒന്ന് ടച്ച് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. ചിലതിൽ ബാക്കിലാണ് ഉണ്ടാകുക. ഇനിയിപ്പം വലത്തെ കൈ കൊണ്ട് അന്ന് ഞാൻ ടച്ച് ചെയ്ത് അത് വരുന്നുണ്ട്. ഇനി ഇടത്തെ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാ വിരലിനും എങ്ങനെ ആഡ് ചെയ്യാം, നമുക്ക് ഏത് വിരലിനേക്കും ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. ഫിംഗർ പ്രിൻറ്റിനായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഞാനിത് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ ലൊക്കേഷൻ എടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ മിക്കവാറും ഫോണിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളതിൽ അതിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റ് ഉണ്ടാകുക. ആ ഫിംഗർ പ്രിൻറ്റ് ഒന്ന് നോക്കിയെടുക്കുക നിങ്ങൾ. അതിന് ശേഷം ഫിംഗർ പ്രിൻറ്റ് ID എന്നുള്ള അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ സ്ക്രീനിൻ്റെ പാറ്റേണോ ഏതാ നമ്മൾ ലോക്ക് സ്ക്രീനായിട്ട് ഇട്ട് വെച്ചാൽ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് ID 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അതവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ അതിന് ഒരു പേരൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുക. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒന്നിലധികം ഈ ഫോണിൽ 5 എണ്ണം വരെ ആഡ് ചെയ്യാം. അതായത് 5 വിരൽ വരെ നമുക്ക് ആഡ് ചെയ്യാം. അതിപ്പോൾ നിങ്ങളെ തന്നെ ആവണമെന്നില്ല. ഒന്ന് നിങ്ങളതും ഒന്ന് നിങ്ങളെ വൈഫിൻ്റെതും അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തിൻ്റെയോ ആരതും ആഡ് ചെയ്യാം. ഇപ്പം വൈഫിൻ്റെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ID ആണ്. അത് നമുക്കും തുറക്കണമെങ്കിൽ നമ്മളെ ഫിംഗർ പ്രിൻറ്റും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം തിരിഞ്ഞിക്കോ. അതിന് ഈ ന്യൂ ഫിംഗർ പ്രിൻറ്റ് എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അക്യൂറേറ്റായിട്ട് ഇതല്ല അത് നമ്മളെ ഫിംഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് ഫസ്റ്റ് ടൈം ഇത് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ നമുക്കൊരു 1 ടച്ച് മതി. അപ്പോൾ നമ്മളെ ഫിംഗർ പ്രിൻറ്റ് അത് അവിടെ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തേക്ക്. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് ID രണ്ടാമത്തതും ആഡായി. ഇനിയിപ്പോൾ എനിക്ക് ഈ കൈ കൊണ്ടും തുറക്കാം, ഈ കൈ കൊണ്ടും തുറക്കാം. ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യുമ്പം ഏത് കൈൻ്റെ വിരലുണ്ടോ ആ വിരലുണ്ടൊക്കെ നമുക്ക് ഫോണ് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ബാക്കിയൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.